തിരിച്ച് ഉപദേശം തരുന്നുണ്ട്. മാതാപിതാക്കളെ 4-ാം വാക്യം വായിച്ച പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും നിത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഇനി മാതാപിതാക്കളോടൊരു സന്ദേശം പറയാം. 2-ഓ 3-ഓ ദൈവം തരുന്ന മക്കളാ, 4-ഓ 5-ഓ ദൈവം തരുന്നതാ. വേറുകൃത്യം കാണിക്കരുത്. മകളാന്നേലും മകനാന്നേലും ആരാന്നേലും വേറുകൃത്യം പാടില്ല. മക്കളെ ദൈവം തരുന്നതാ. തിരുവചനം പഠിപ്പിക്കുന്നത് മക്കൾ ഒഹോമാതിരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിൽ ഈ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, ആ മക്കളോട് വേറുകൃത്യം പാടില്ല. ചില അപ്പനും അമ്മയുണ്ട് മക്കളോട് വേറുകൃത്യം. ഈ ഇളയ മോന്റെ കുറ്റം മൂത്ത മോന്റെ വീട്ടിൽ ചെന്ന് പറയും. അവിടുത്തെ കാര്യം അവിടെ ഒരാഴ്ച ചെന്ന് വെച്ച് അവിടുത്തെ കുരുക്ക് നടുവത്തനോട് പറയും. ഇവിടെ എല്ലാം നിന്ന് ഓടിപ്പോയിച്ച് അവസാനം മോടെ വീട്ടിൽ ചെന്ന് പറയും, നീ വെള്ളമിറങ്ങി ചാകുകയല്ല തള്ളേ. ഈ നുണയും കൊതിയും കൊണ്ട് നീ നെടുക ഇങ്ങനെ അങ്ങ് നടക്കുക. മനസ്സിലാകുന്ന ചമ്പക്കരയ്ക്ക് കയറി അവിടെ ഇറങ്ങി നുണ പറഞ്ഞു. ഇങ്ങോട്ട് മഹാരാജാവ് വന്നപ്പോൾ കയറി തിരിച്ചും വന്ന് നുണ പറഞ്ഞു. ശരിയല്ല. മക്കളെ ഒരുപോലെ കരുതിക്കോണം. ദൈവം തന്ന മക്കളാ. വേറുകൃത്യം പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഗുണം വരാനുള്ള കാര്യമായി പറഞ്ഞു തരുന്നേ, വളരെ ലളിതമായിട്ട്. സാധാരണ പ്രസംഗിക്കുന്നത് പോലല്ല. ഇന്ന് ഇങ്ങനൊരു നടത്തിപ്പാ. ചില ഗുണദോഷം പറയാനായിട്ടാണ് വന്നത്. എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത് കോവിഡ് ഒക്കെയാ, ഇപ്പം വേറെ അസുഖങ്ങളൊക്കെ. അപ്പം ഇതിനിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായി പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ സാറാണോ ഇരിക്കുന്നത്? ഈ വെട്ടവടിക്കുന്നത് എനിക്ക് കൃത്യം കാണാൻ മേല. എന്നെ കണ്ടേച്ചേ പോകാവട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ മക്കളെ ഒരുപോലെ കരുതണം. വേറുകൃത്യം പാടില്ല. അങ്ങനെയുള്ളിടത്ത് ഒറ്റ വീട് രക്ഷപ്പെടുകയല്ല. ഇങ്ങനെ വേറുകൃത്യം വെച്ചാൽ അവസാനം അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ ആരും കാണുകയല്ല. സ്തോത്രം. പിന്നെ ഈ കണ്ടമാനം കാശുള്ളതും കുഴപ്പടിയാ. റബ്ബർ തോട്ടവും 1-2 വീടും ചുറ്റുപാടും കണ്ടമാനം ആയാലും കുഴപ്പമാണ്. അവസാനം പിന്നെ ആരും നിന്നെ ഏക്കാതെ വരും. അതുകൊണ്ട് ഞാൻ നല്ല ബുദ്ധി പറയാം. ഇട്ടുകൊണ്ട് അംഗീകരിച്ചാൽ മതി. ഗുണം വരാനുള്ള വഴിയായി പറഞ്ഞു തരുന്നേ. ഒരു 10 സെന്റും വീടും പേരെഴുതി വെച്ചിട്ട് ബാക്കി വിൽക്കുകയോ എടുക്കുകയോ ചെയ്തേച്ച് അത്യാവശ്യം വല്ലതും കൃത്യമായിട്ട് പകത്ത് വെച്ച് കാലശേഷം എന്ന് എഴുതിയേക്കണം. അങ്ങനെ എഴുതാവുള്ളൂ, കാലശേഷം. അതിനിടയ്ക്ക് കൊച്ചുങ്ങൾ വേണമെന്ന് പറയും, ഇതിലോട്ടൊന്ന് ഒപ്പിട്ട് ഒരു ലോൺ എടുക്കാനാ. ജീവൻ പോയാൽ കൊടുക്കരുത്. നീ വെട്ടിനകത്ത് വീഴും. അതിന് നല്ല ബുദ്ധി പറഞ്ഞു തരിക. അപ്പോൾ ലോൺ വെക്കാൻ ഇങ്ങോട്ടൊന്ന് ഇപ്പം ലോൺ എടുക്കണ്ട, ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് പോയാൽ മതി. ഞാൻ ചത്ത് കഴിയുമ്പം സൂക്ഷിക്കുകയും ചെയ്യണം. ഇവൻ കാപ്പിയോ ഇവിടെ മരുമകൾ കാപ്പി വന്നാലും സൂക്ഷിച്ചേ കുടിക്കാവുള്ളൂ. സ്തോത്രം പറഞ്ഞു കുടിക്കണം. വലിച്ചു കുടിച്ച് എങ്ങാനും പരുവക്കേടാകും. ഇല്ല, നമ്മുടെ കൂടത്തുകാരി എന്നാ അവിടെ പേര്, കൂടത്തായി. അറിയാം. അവള് ചെയ്തത് അറിയാമല്ലോ. കുറേശ്ശെ നാശോപ്പിച്ച് വെക്കരുത്. അപ്പം മക്കളെ ഒരുപോലെ കരുതണം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പല കാര്യവും പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, മിക്കടത്ത് പ്രസംഗിച്ചിടത്ത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഒരിക്കലേ ഞങ്ങളുടെ വകയപ്പെട്ടൊരു ഉപ്പാപ്പൻ എനിക്കൊരു മുട്ടായി തന്നു. ഒരു മുടുത്ത മുട്ടായി. അതിൻ്റെ പേരെല്ലാം മറന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പാ, കുഞ്ഞിലെ ഒരു മുട്ടായി തന്നു. ഞാൻ ആ മുട്ടായി ആയിട്ട് വീട്ടിൽ വന്നപ്പം, വഴി വെച്ചാൽ തന്നത്, അതുമായിട്ട് വീട്ടിൽ വന്നപ്പം എൻ്റെ കയ്യിലൊരു അമ്മ ചോദിച്ചു, എന്ത് പാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുട്ടായിയാ, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ മുട്ടായി കൊണ്ട് അമ്മയുടെ കൈ കൊടുത്തു. അപ്പം ഞാനത് തുറന്നേച്ച് എനിക്ക് തരുവന്ന്. അമ്മയെ തുറന്നു നോക്കിയപ്പോൾ ഒരു മുട്ടായി. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അകത്ത് പോയി എന്നോട് പറഞ്ഞൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് വരാം. പിച്ചാത്തി കൊണ്ടുവന്ന്, പഴയ വീടാണ്. എൻ്റെ അരപ്ലേസിൻ്റെ വാതിക്കലോട്ട് ഈ കടലാസി മുട്ടായി പോയി ചേച്ചി. ഞാൻ നോക്കി നിൽക്കുക. അമ്മ ഈ പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് 4 പൊളന്നു. ഒരു മുട്ടായി ഇങ്ങനെ നെടുകയും കുറുകയും ഓരോ അടിയടിച്ചപ്പോൾ ഇത് 4 പൊളന്ന് നിവർത്തിച്ചാൽ ഒരു കഷണം എനിക്ക് തന്നു. അപ്പോൾ ബാക്കി 3 കഷണം, ഞങ്ങൾ 4 മക്കളാണ്, മറ്റ് 3 കഷണം അവർക്കും കൊടുത്തു. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മനസ്സിലായോ? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ചില അമ്മമാര്, ചിലര് എന്തുവാടാ കയ്യിരിക്കുന്നത്? മുട്ടായി. എത്ര എണ്ണം ഉണ്ട്? 1. പെട്ടെന്ന് കഴിക്കുക, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും. കുട്ടായി ആയിട്ട് നിൽക്കുക, കഴിക്കും. പിന്നെ അത് കടലാസ് കഴിക്കാൻ, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും. കിട്ടായി എന്ന് പറഞ്ഞേക്ക്. ഉടനെ അത് എങ്ങനെയും ചവച്ച് പെട്ടെന്ന് കഴിക്കടാ. ഉണഞ്ഞ് നിൽക്കുക.
അവനെ ഒരു നേരത്തെ കടിച്ചു പൊടിച്ച് ലാസ്റ്റ് വിഴുങ്ങിയപ്പം മറ്റവൻ കയറി വരുന്നു. ഈ പിള്ളേരല്ലേ ഇവൻ വിഴുങ്ങിയവന് മറ്റവൻ ചോദിക്കും, എന്തുവാടാ അലോക്യമായി. ചെറിയ വിഷയമെന്ന് തോന്നിയാൽ പ്രശ്നമായില്ലേ? അല്ലെ പിന്നെ അവന് മുട്ടായി മേടിച്ചു കൊടുക്കണം, അല്ലെ ഇവനെ ഇടിക്കും. അപ്പൊ അവൻ കയറി അവനെ ഇടിക്കും, അമ്മ ഇതിനിടയിൽ കയറും, തള്ളയുടെ മുതുകിനിട്ട് മൂത്തവനൊരു ഇടിക്കും. നിങ്ങൾ ഒറ്റ വരുത്തിയ ഉദാഹരണമാണ്. ഞാനിനി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അതും പറയാം. ഈ ദൈവമക്കള് പലയിടങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. വിശേഷിച്ച് വെളിനാടുകളിലൊക്കെ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ പലരും ഉൾക്കൊള്ളുകയല്ലെന്ന് എനിക്ക് വിഷയമല്ല. ഞാൻ ഇപ്പോഴും എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം മേടിച്ചാൽ ഒരു 4 എണ്ണം മേടിക്കും. അമ്മ പഠിപ്പിച്ചതാ. ഉദാഹരണം, ബെഡ്ഷീറ്റ് മേടിക്കുകയാണ്, ഇപ്പോഴും ഞാൻ 4 എണ്ണം മേടിക്കും. ഉദാഹരണമായി പറയുന്നു. അമ്മ അന്ന് പഠിപ്പിച്ചതാ, ഇന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഓപ്പണായിട്ട് പറയാം, ഞങ്ങള് സഹോദരങ്ങൾ 4 പേരുമായിട്ട് അങ്ങനെ വലിയ ആലോക്യവുമില്ല. ചിലത് സ്വന്തം സഹോദരങ്ങളും മിണ്ടാത്തവരുണ്ടല്ലോ. ചേട്ടൻ IPC, അനിയൻ അസംബ്ലീസ് കൂടി, നടുവത്തവൻ ചാരോൻ, ഏറ്റവും ഇളയവൻ ചർച്ചക്കോട്, തള്ള TPM-ലും 8-ാം മൈലിലും. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. അനിയന്റെ വീട്ടിൽ പ്രാർത്ഥന, IPC-ക്കാരുടെ ഉണ്ട്. ചേട്ടൻ അവര് IPC, നമ്മൾ ചർച്ചക്കാടാ. ചർച്ചക്കാ നിനക്ക് മര്യാദയ്ക്ക് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റും. അസംബ്ലിക്ക യോജിപ്പില്ലല്ലോ. എന്തിന് നീ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ പാമ്പാടി കൂടെ? നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ദൈവമേ ഇന്ന് വരണ്ട ഒരു കാര്യവും ഇല്ല. ഇന്നാ വരേണ്ടത്. ഞാൻ വളരെ ശാന്തമായി ലളിതമായി ഇച്ചിരി ഗുണദോഷങ്ങളാണ് പറഞ്ഞു തരുന്നത്. വേറെ കൃത്യം പാടില്ല. ഒരുപോലെ കരുതണം, സ്നേഹിക്കണം.